നിന്നെ എന്തൊരു കൊള്ളാമടി അമ്മണിക്കുട്ടി. നിന്നെ ഞാനാണോ പ്രസവിച്ചത്? അതിപ്പോ ഞാൻ എങ്ങനെ അറിയും? തർക്കുത്തരം പറഞ്ഞാലുണ്ടല്ലോ. തർക്കുത്തരം വേണോ? അമ്മയ്ക്ക് പോലെ സംശയമുള്ള കാര്യം എന്നോട് ചോദിച്ചാ ഞാൻ എന്ത് പറയാനാണ്? നീ എന്റെ വയറ്റിൽ പറഞ്ഞതല്ലടി. വലിയ ഉപകാരം. അമ്മണിക്കുട്ടി ഇങ്ങോട്ട് വരൂ. അപ്പോഴത്തേക്ക് ദേഷ്യ ഇത് വെളിച്ചെണ്ണ, ഇത് അരി, പപ്പടം, പഴം, ഉപ്പേരി, മുമ്പങ്ക. ഇതെന്താ അറിയോ? ഇതെന്താണെന്നറിയോ? ലക്ഷ്മിക്കുട്ടിയുടെ പ്രാണൻ. ഭരണിയിലോ? കാളൻ. അയ്യോ എന്റെ ഭഗവതി. എന്താ ഇതിന്റെ പേര്? കാളൻ. അതല്ല, ഞാനിപ്പോൾ ചെയ്തിരിക്കുന്നതിന്റെ പേരെന്താ? സദ്യ വീട്ടിൽ പാചകത്തിന് പോയിട്ട് ലക്ഷ്മിക്കുട്ടിക്ക് ഇഷ്ടമുള്ള സാധനങ്ങളെല്ലാം കെട്ടിപ്പറക്കിക്കൊണ്ട് വന്നതിന്റെ പേരെന്താ? തൃപ്തിയായി കേട്ടിരുന്നോളൂ. അമ്മണിക്കുട്ടി ഒരു ചാൻസ് കിട്ടിയതില്ലേ? പെണ്ണേ ഇങ്ങോട്ട് വാടി, തന്നെ എടുത്തോണ്ട് പോ. വന്നവിടെ ഇരിക്കാൻ പറഞ്ഞു. രജനി ഇവിടെ. അവരൊക്കെ അടുത്തൊരു വീട്ടില് സൂക്കേട് അറിയാൻ പോയിരിക്കുക. അപ്പോ ലേഖ എന്താ പോവാതിരുന്നത്? ഞാനും കൂടെ പോയാ ഉഷ ചേച്ചി വരുമ്പോ എന്ത് ചെയ്യും? ഹലോ, ഉഷയോ? ലേഖയുടെ അച്ഛനില്ലേ ഇവിടെ? പുറത്തു പോയിരിക്കാണ്. നിങ്ങൾ രണ്ടുപേരും ഇവിടെ ഇരിക്കേ, ഞാൻ പോയി അച്ഛനെ വിളിച്ചിട്ട്. ലേഖയുടെ അച്ഛൻ എന്റെ കമ്പനിയുടെ ലീഗൽ അഡ്വൈസറാ. ഉഷ എവിടെ? ഞായറാഴ്ചയല്ലേ, രജനി ഒന്ന് കാണാമെന്നത്. ഓ, ഇരിക്കൂ ഇരിക്കൂ. ചങ്ങനാശ്ശേരിയിലല്ലേ വീട്? വീട്ടിൽ ആരൊക്കെ ഉണ്ട്? അച്ഛനും ചേട്ടൻ. ചേട്ടൻ എന്ത് ചെയ്യുന്നു? കോഴിക്കോട്ട് മെഡിക്കൽ കോളേജിൽ പഠിക്കും. എനിക്ക് ഉഷയുടെ വീട് വരെ ഒന്ന് പോകണം. അതിനു മുമ്പ് ഉഷയെ ഒന്ന് കാണുകയും വേണമായിരുന്നു. എല്ലാം തുറന്നു പറഞ്ഞേക്കാം. ഞാൻ വക്കീലിനെ കാണണമെന്നും വന്നതല്ല. ഉഷ ഇങ്ങോട്ട് വരുന്നത് കണ്ട് ഞാൻ വന്നതാണ്. എന്തിന്? വളച്ചേട്ടി പറയാൻ നേരമില്ല, നേരെ അങ്ങ് പറഞ്ഞേക്കാം. ഉഷയ്ക്ക് എന്നെപ്പറ്റി അറിയാവുന്നത് കൊണ്ട് അക്കാര്യം ഞാൻ വിടുന്നു. എനിക്ക് ഒരു വിവാഹം ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. കൊള്ളാം, നല്ല കാര്യം. ഉഷയ്ക്ക് വിരോധമില്ലെങ്കിൽ ഉഷ വിവാഹം കഴിക്കണമെന്നാണ് എന്റെ ആഗ്രഹം. ഓഹോ, കളിയാക്കാൻ വന്നതാണ്? കളിയാക്കൊന്നുമല്ല. ഉഷയെ കണ്ടതു മുതൽ ആരാധനയുമായി നടക്കുന്നവനാണ് ഞാൻ. ഇതേക്കുറിച്ച് കോളേജിൽ വെച്ച് സംസാരിക്കാമെന്ന് വെച്ചാൽ അതിനുള്ള സൗകര്യം കിട്ടാറില്ല. ഞങ്ങൾ പാവങ്ങളാണ്. അതുകൊണ്ട് ആഗ്രഹിക്കാവുന്നതിനും അതിരുണ്ട്. അതറിയാവുന്നവളാണ് ഞാൻ. അതേക്കുറിച്ച് ഞാൻ ഉഷയുടെ അച്ഛനുമായി സംസാരിച്ചു കൊള്ളാം. പക്ഷെ അതിനു മുമ്പ് ഉഷയുടെ അഭിപ്രായം ഞാനൊന്ന് അറിഞ്ഞിരിക്കണമല്ലോ. ഉഷയ്ക്ക് എന്നോട് വെറുപ്പുണ്ട്. അത് കൊള്ളാം. വളരെ നല്ലൊരാളിനെ ഞാനെന്തിനു വെറുക്കുന്നു? മതി, ഇനി ഒന്നും പറയണ്ട. എല്ലാരും വന്നു. ക്ഷമിക്കണം മിസ്റ്റർ രാജശേഖരൻ, മുഷിഞ്ഞു കാണും. എല്ലാവരും കാപ്പി കുടിച്ചിട്ട് പോയാൽ മതി. ഞാൻ ഇപ്പൊ കൊണ്ടുവരാം. ഞാൻ ആ കേസിന്റെ കാര്യത്തിന് വേണ്ടി വന്നതാണ്. കേസ് അവധിക്ക് വെച്ച വിവരത്തിന് ഞാൻ ഇന്നലെ തന്നെ ഫോൺ ചെയ്തിരുന്നല്ലോ. ഐ എം സോറി, ക്ഷമിക്കണം. ഞാൻ അക്കാര്യം മറന്നുപോകും. പല കാര്യങ്ങളല്ലേ. അതെ. അപ്പൊ എന്നാൽ ഞാൻ ഇറങ്ങട്ടെ. ഓ, അതെന്തൊരു പോക്കാ, ഇവിടെ വരെ വന്നിട്ടൊരു കാപ്പി പോലും കുടിക്കാതെ. അതിനൊക്കെ ഇനി സമയമുണ്ടല്ലോ. അപ്പൊ ഞാൻ ഇറങ്ങട്ടെ, പിന്നെ കാണാം. വരൂ ഉഷേ. കാളപ്പോറ്റി ഉണ്ടോ അവിടെ? എന്താ എന്താ കാളപ്പോറ്റി? ആഹാ, പോറ്റിയോ ഇങ്ങോട്ട് വന്നാട്ടെ. രണ്ടൊരാൾ കാണാൻ വന്നിരിക്കുന്നു. എന്താ എന്താ എന്താ? കാളപ്പോറ്റി ഉണ്ടോ അവിടെ? നിന്നെ പെറ്റ തന്തമുണ്ടോ ഇവിടെ? അതിനെന്തിനാ സ്വാമി ദേഷ്യം പറയും? പിന്നെ ഒരുത്തന്നെ മുഖത്ത് നോക്കി കാണാ കാണാന്ന് വിളിച്ചാൽ അവനെ അകത്ത് വിളിച്ചോണ്ട് മുട്ടായി വാങ്ങി കൊടുക്കണോ? ക്ഷമിക്കണം സ്വാമി. അങ്ങനെ മര്യാദയ്ക്ക് വാ. ഞാനേ ഈ കാളൻ ബിസിനസ് തുടങ്ങിയിട്ട് 25 വർഷമായി. എന്റെ അച്ഛനെ പറ്റി താൻ കേട്ടിട്ടുണ്ടോ? പവിത്രാമൻ പോറ്റി. ഇദ്ദേഹത്തിന്റെ അച്ഛന്റെ കാളം കൂട്ടിയ പൊന്നു തിരുമേനി വരെ ഊണ് കഴിച്ചോണ്ടിരുന്നത്. എന്തിനാ ഉദാഹരണം മുമ്പ് നിൽക്കുന്നല്ലോ. എന്റെ കാളനിൽ ഒരു സ്പൂൺ കഴിച്ചാണ് ലക്ഷ്മിക്കുട്ടിക്ക് എന്നോട് പ്രേമം ഉണ്ടായത്. അങ്ങനെയാണ് ഞങ്ങൾ സംബന്ധം കൂടിയത്. അതും ഇതൊന്നും സ്വാമി പറയണ്ട. ഗോവിന്ദമേനോൻ അദ്ദേഹത്തിന്റെ വീട്ടില് മകളുടെ കല്യാണമാണ്. അതിന് ക്ഷണിക്കാൻ വന്നതാണ് സ്വാമി പാചകത്തിന്. അയ്യോ, എന്നാൽ എന്റെ ഇഷ്ട അത് നേരത്തെ പറയണ്ടേ. വരൂ വരൂ, അകത്ത് വന്ന ഒരു ഗ്ലാസ് കാളൻ കുടിച്ചോണ്ട് പോകും. ലക്ഷ്മിക്കുട്ടി, ഒരു ഗ്ലാസ് കാളൻ കൂട്ടൂ. വരൂ.
അങ്ങനെ പരീക്ഷയൊക്കെ കഴിഞ്ഞു. ഇനി ജയിക്കുമോ തോൽക്കുമോ എന്ന് അറിയണം. ഏതായാലും തോൽക്കാൻ ഞാൻ തയ്യാറില്ല. എങ്കിൽ ജയിക്കാൻ ഞാൻ പ്രാർത്ഥിക്കാം. പ്രാർത്ഥിക്കണ്ട, അനുഗ്രഹിച്ചാൽ മതി. ഇനി സാരായ ഞാനോ? ആ, ഞാൻ ഉഷയുടെ വീട്ടിൽ വന്ന് ഉഷയുടെ അച്ഛനെ കണ്ട് ഞങ്ങൾ തമ്മിൽ വിവാഹത്തെ പറ്റി സംസാരിക്കാം. അച്ഛൻ സമ്മതിച്ചു കഴിഞ്ഞാൽ നടക്കാത്ത കാര്യത്തെ പറ്റി എന്തിനു സംസാരിക്കണം? അത് നടക്കുമല്ലോ, ഞങ്ങൾ തമ്മിൽ തീരുമാനിച്ചോളാം കേട്ടോ. പ്രേമക്കുഴമ്പേ സുകുമാരി, പാവം കുറിപ്പിനെ കൈവിടല്ലേ. രാജശേഖരന് രജനി കൈവിടാതിരിക്കാൻ രാജേട്ടന്റെ ഓട്ടോഗ്രാഫ് ബുക്കിൽ ഞാൻ വലിയൊരു തമാശ എഴുതി കൊടുത്തിട്ടുണ്ട്. കാമുവിന്റെ ബുക്കിൽ കാമുകി എഴുതി കൊടുക്കുന്നതെല്ലാം നമ്മളോട് പറയുമോ? പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും ഞങ്ങളെ കൂടെ ക്ഷണിക്കണം കേട്ടോ. നോക്കട്ടെ.